അയ്യോ ഇങ്ങനെ കണിക്കൊന്ന് പൂ തുലഞ്ഞ് നിക്കണവിടെ എന്തൊരു ഭംഗിയാണ്. അയ്യോ അതൊക്കെ നമ്മുടെ പൂജാമുറിക്കകത്ത് ചക്കയും മാങ്ങയും തേങ്ങയും പിന്നെ പറങ്കി മാങ്ങയും പിന്നെ ആപ്പിള് പൈനാപ്പിൾ അങ്ങനെ എല്ലാം ഇങ്ങനെ വലിയ തട്ടത്തിൽ നിറച്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൃഷ്ണന്റെ കുഞ്ഞു പ്രതിമ വെച്ച് വിളക്ക് കൊളുത്തി ഇങ്ങനെ കണി കാണുമ്പോ കിട്ടുന്ന ഒരു ഐശ്വര്യം. ആഹാ നന്ദനന്ദനം ഹരേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. അയ്യോ എന്റെ കൃഷ്ണൻ കൃഷ്ണ കൃഷ്ണ ഞാനേ കണ്ടുള്ളൂ. എന്തോന്നാ ഡാൻസ് കളിക്കണത് നീ? അയ്യോ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഇത്രയും വലിയ മരത്തിൽ കയറാനായിട്ട് ഏണി എടുക്കാനായിട്ട് എന്റെ പുറകോട്ട് പോയതാണ്. നിന്നെ ഞാൻ ഈ കണിക്കൊന്ന എടുക്കാൻ തന്നെ കൊണ്ടുവന്നേ. അപ്പൊ പിന്നെ നീ അതിന് ഉറുമ്പിന്റെ കൂട്ടേക്ക് ചെന്ന് കയറിയത്? ഏണി എടുത്തോണ്ട് വന്നാലേ കയറാൻ പറ്റും. ഉറുമ്പെടുത്തിട്ട് എന്നെ കടിച്ചെന്ന്. അയ്യോ ഇതെന്തോന്ന് വീട് ചേച്ചി ഇത്? ഞങ്ങൾക്ക് കണി വയ്ക്കാൻ വല്ല കണിക്കൊന്ന വല്ലതും വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. നിങ്ങൾക്ക് കണിക്കൊന്നുണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട്, തേങ്ങയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. സെറ്റപ്പ് ഫാമിലി ആണല്ലേ നിങ്ങൾ? സെറ്റപ്പ് ഫാമിലിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഇതിലെന്താ സെറ്റ് ഇട്ട് വെച്ചേക്കണ? സെറ്റിട്ട് വെച്ചൊന്നുമല്ല, എല്ലാം ഒറിജിനൽ തന്നെ. പക്ഷെ ഒരു സാധനത്തിനും എനിക്ക് തൊടാൻ പറ്റൂല. അതെന്ത്? ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടൊക്കെ ശരി തന്നെ. പക്ഷെ എന്റെ അച്ഛന്റെ അനുവാദം ഇല്ലാതെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങി അങ്ങ് പോയി ഒളിച്ചോടി. അതിനുശേഷം എനിക്ക് ഈ വീട്ടിലോട്ട് നോ എൻട്രി. ആണോ? അപ്പൊ ഇതിനകത്ത് കേട്ടൂലേ? അത്രക്ക് വൃത്തികെട്ടല്ല നിങ്ങളെ ഫാദർ. ആരും കേക്കരുത് വൃത്തികെട്ടവനാണോന്നാ. അതിനേക്കാൾ വലിയ വല്ല വാക്കും ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ പിശുക്കനെന്ന് പറഞ്ഞാ അറു പിശുക്കൻ. 1 രൂപ ഒരാൾക്ക് കൊടുക്കൂല, സ്വന്തം മക്കൾക്ക് തരൂല, വെളിയിലും കൊടുക്കൂല. സമ്പത്ത് ഇങ്ങനെ വാരിക്കൂട്ടണം, പൈസ വാരിക്കൂട്ടണം, അത് മാത്രമേ ഞങ്ങൾക്ക് ചിന്തയുള്ളൂ. പറയാൻ പാടില്ല, അച്ഛനാണ്. എന്നാലും ഞാൻ പറയാണ്, വല്ല പൈസ കെട്ട് വീണുമായിരിക്കും അയാൾ മരിക്കണം. ഇവിടെ ഓരോരുത്തന്മാര് ദാരിദ്ര്യം വിളിച്ച് ആത്മഹത്യ ചെയ്യാണ്. ഇവിടെ പൈസ കെട്ട് തലേ കൂടെ വീണ് ചാവാനായിട്ട് ഒരു തന്ത കാത്തിരിക്കണം. അത്ര പിശുക്കാണോ? അതല്ലേ ഞാൻ ഈ മതിലും കയറി ചാടി വന്നത്. അതാണ് ഞാനും ആലോചിക്കണം. നിങ്ങളെ സ്വന്തം വീടായിട്ട് നിങ്ങളെ തന്നെ ഈ കാട്ടിന്റെ ഇടയിൽ കൂടെ വിളിച്ച് എന്നെ മതിലും ചാടി കൊണ്ടുവന്നു. അതൊക്കെ ഇവിടെ നിക്കട്ട്. നീ ഇപ്പൊ വന്ന കാര്യം ചെയ്യും. ഇതിന്റെ മേളിൽ കയറി കുറച്ച് നല്ല നല്ല മഞ്ഞ കളറിൽ നല്ല പൂത്തൊലഞ്ഞ കുറച്ച് കണിക്കൊന്ന പറിച്ചിട്ടതാ. പക്ഷെ ഈ നട്ടുച്ച വെയിലത്ത് രാവിലെ വന്നിരുന്നെങ്കിൽ കയറായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ എപ്പോഴാ വരാൻ പറഞ്ഞത്? നീ എടാ ഇത്ര നേരം താമസിച്ചത്? അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ലഹരി വിമുക്ത സമിതിയുടെ ലഹരിക്കെതിരെ ഉള്ള ക്രിക്കറ്റ് മത്സരം നടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചി അതാണ് രസം കേട്ടാ. ഞാൻ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ അമ്പയർ കള്ള ഔട്ട് വിളിച്ചെന്ന് പറഞ്ഞ് ഉമ്മാരെല്ലാം കൂടെ ബാറിൽ പോയി കുടിച്ചിട്ട് വന്നിട്ട് അമ്പയറിനെ ചമ്പിന് കുത്തി. ആര് നടത്തിയ ക്രിക്കറ്റ് കളിയടാ? ലഹരി വിരുദ്ധ സമിതിയുടെ ക്രിക്കറ്റ് കളി. നല്ല ടീംസടാ. അവര് നടത്തിയിട്ട് അവര് തന്നെ ഇങ്ങനെ ചെയ്യണം. ചിലപ്പോ അവർക്ക് അതായിരിക്കും ലഹരി കേട്ടാ. അത് ശരിയാണ്. ഇപ്പൊ വെട്ടും കുത്തും ഒക്കെ ആണല്ലോ എല്ലാവർക്കും ലഹരി. നീ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ അതിന്റെ കയറാൻ നോക്കാൻ. ചാടി കയറാൻ ഞാൻ മിന്നൽ മുരളിയൊന്നുമല്ല, ഞാൻ സാധാ മുരളിയാണ്. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒന്നും ആരുമില്ലല്ലോ? എന്താടാ ചോദിക്കട്ടാ? എന്തോടാ ചേച്ചിയുടെ അച്ഛൻ്റെ തോക്കുണ്ടോ? നീ അങ്ങനെ ചോദിച്ചു? സാധാരണ പണക്കാരായാലും ഒരു തോക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം അഥവാ തോക്കുണ്ടെങ്കിൽ ഞാൻ ഈ മരത്തിനകത്ത് കയറി കൊന്നപ്പൂ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ട് വരികയും ആ തോക്കെടുത്ത് എന്നെ വെടിവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് കൊന്ന മരമാവും. അതുകൊണ്ട് പറഞ്ഞു. നീ എന്റെ അച്ഛന്റെ കയ്യിൽ തോക്കൊന്നുമില്ല, നീ അങ്ങോട്ട് കയറാനല്ലേ? ചേച്ചി പിടിച്ചോണേ. ഞാൻ ഇത് എങ്ങനെ ഇത് എല്ലാം കൂടെ പറിച്ചിടണോ അതോ ഓരോന്നോരോന്നായിട്ട് പറിച്ചിടണോ? എടാ നീ മേളിന്ന് ആദ്യം പറിച്ചു തുടങ്ങാം. നീ ഇതുവഴി കയറി ബാക്കി. അതാണ് ബാക്കി കൂടെ കയറാം അല്ലേ? വലിഞ്ഞഴിഞ്ഞ് കയറാം, നെഞ്ചരച്ച് കയറട്ടാ. മിന്നൽ മുരളി അല്ലാത്ത സാധാ മുരളിയിലെടുത്താ നിങ്ങൾക്ക് പേടി? ഇങ്ങോട്ട് മാറി. നിങ്ങൾ പോയി വിളിച്ച് എനിക്കൊരുത്തരം പേടിയില്ല. ഞാൻ ഈ സ്ഥലത്തുള്ള സകല മരങ്ങളിലും കയറിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഞാൻ പേടിക്കണ? മതി പോ. താൻ ആരടോ? താൻ ആരുവാ? സ്വന്തം മകൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് വിഷുവിന് കണിവെക്കാൻ ഒരു കൊന്നപ്പൂ പോലും കൊടുക്കാത്ത താനൊരു തന്തയാണോടോ? തന്ത എടാ, താനൊരു കാര്യം പറഞ്ഞത്, ചത്ത് കഴിഞ്ഞാൽ തനക്ക് 6 അടി മണ്ണ്. ചാച്ചി ചുമ്മാ പറയട്ടെ, 6 അടി ആത്മവിദ്യാലയമേ എന്ന് പറഞ്ഞ 6 അടി മണ്ണിൽ നീ വീണുറങ്ങുമ്പോ ഈ തെങ്ങ് വെട്ടി ഞാൻ വെച്ചൊരാളാണ് നീ. മിണ്ടായി ചേച്ചി പറയട്ടെ ചുമ്മാ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തനിക്ക് നാണമില്ലയോടോ? ഇവിടെ ഒരു കൊന്നപ്പൂ, ഒരു ചക്ക, ഒരു മാങ്ങ, ഒരു പ്ലാങ്ങല്ലേ വേറെ സാധനത്തിന് അങ്ങനെ എന്തെങ്കിലും കൊടുത്തൂടെ? തനിക്ക് നാണം. വാ തുറന്ന് പറ. പൈസ കൊണ്ടിരുന്ന് ഡൈ അടിച്ചോണ്ട് നടന്നിട്ട് കാര്യമല്ല. വാ തുറന്ന് പറ. കഴിഞ്ഞ ഹായ്
എടാ ഞാൻ ആരെന്ന് പറഞ്ഞോട്. എടാ ഇതെന്റെ അച്ഛനല്ല, ഇതെന്റെ വല്യേട്ടൻ. ഓ നിങ്ങളാണല്ലേ ഇപ്പൊ നിറനാഴിപ്പൊൻ ഞാൻ അതല്ല. വെണ്ണില കൊമ്പിലെ അതല്ല നീ അത് വലിയ- ഞങ്ങളുടെ സ്വന്തം ആങ്ങള. ഓ എന്റെ ആങ്ങളയാണിത്, എന്റെ വല്യേട്ടൻ. അച്ഛനല്ലേ? അച്ഛനല്ല. ഡയ്യല്ല ഏട്ടാ, നിങ്ങൾ സൂപ്പർ മുടി. അച്ഛന്റെ പിണക്കൊക്കെ തീർന്ന. അച്ഛന്റെ പിടക്ക തീർന്ന്. നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന ചേട്ടാ? ഞാൻ രണ്ട് കണക്കൊന്നും പറിക്കാൻ വേണ്ടി വന്നു. ആ ബെസ്റ്റ്. ഇവിടെ അച്ഛൻ രാവിലെ പോയതാണ്, ഇനിയിപ്പോ വരും. എന്താവൂന്ന് അറിഞ്ഞൂടാ. ആണാ? അപ്പൊ നിങ്ങളതിനകത്ത് കയറ്റൂലേ? എന്നെയും കയറ്റൂല. ഞാൻ ഇഷ്ടപ്പെട്ടൊരു പെണ്ണെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ ഇങ്ങോട്ട് കയറ്റൂല. നമുക്കാണെങ്കിൽ പാവപ്പെട്ടൊരു പെണ്ണെ കല്യാണം കഴിച്ചാൽ മതി. അച്ഛൻ അങ്ങനെയല്ല, പണമുള്ള പെണ്ണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പാർപ്പിശുക്കൻ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ നിങ്ങളെ രണ്ടുപേരും പടിയടച്ച് പിണ്ടം വെച്ചു. ഒരു കല്യാണം കഴിച്ചിട്ട് എന്റെ വീട്ടിലാണെങ്കിൽ അതിനെങ്കിലും കെട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു എവിടെ പോയിട്ട് എനിക്കൊരു നില കിട്ടണില്ല ഏട്ടാ, അറിയാമോ എന്റെ അവസ്ഥ. ഒരെണ്ണം കേർ പറയാ. പെട്ടെന്ന് പെട്ടെന്ന്. കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അണ്ണാ, ഇത് ഒടിച്ചെടുക്കണോ പറിച്ചെടുക്കണോ? അത് ഒടിച്ചെടുത്താ മതി. ഒടിച്ചെടുത്താ അല്ലടാ, പറിച്ചെടുത്താ മതി. പറിച്ചെടുത്താ മതി. അവിടെ ഒടിച്ചെടുത്താ മതി. പറിച്ചെടുത്താ മതിയടാ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, അങ്ങോട്ട് ഓടിച്ചെടുക്കണോ പറിച്ചെടുക്കണോ ഏതെങ്കിലും ഒന്ന് പറ. നീ കയറി പറ. അല്ല എടാ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. ഇത് കൊന്നപ്പൂവാണ്, നീ വെറുതെ തൊഴിച്ചിവിടെ ഇടരുത്. എടുക്കുമ്പം അല്ല പിച്ചി 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 വേണം പറിക്കാൻ. പിച്ചി 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 ഈ നിക്കണ കൊന്നമരമാണ് കേട്ടോ, അല്ലാണ്ട് പിച്ചിപ്പൂവല്ല. കയറി പറയടേ അങ്ങോട്ട്. ഇത് ശരിക്കും അച്ഛനാണോ ചേട്ടനാണോ? അയ്യോ അയ്യടാ, എന്റെ പറമ്പ് കാലുകുത്ത നിങ്ങൾക്ക് എങ്ങനെയാണോ മക്കളെ ധൈര്യം വന്നത്? എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ എന്റെ പറമ്പക്കാരന് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാത്ത ഒരാളും ഈ പറമ്പക്കാരന് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? രണ്ട് കൊന്നപ്പൂ പറിക്കാൻ മതി, വലിയ വേളൊന്നും. ഒരൊറ്റ അടി വെച്ച് തരാം ഞാനാ. കൊന്നപ്പൂ പറിക്കാനാ, തൊട്ടുപോകരുത്. ഇത് എനിക്ക് കണി കാണാനുള്ള സാധന. മനസ്സിലായില്ലേ? നിങ്ങളെ ബഹളം കേട്ടാത്തൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുള്ള സാധനമാണ്. ഇവിടെ നിക്ക്, ഇങ്ങ് വാ. എടാ കഴിഞ്ഞ കൊല്ലം പോലെയല്ല ഈ കൊല്ലം. കറക്റ്റ് ആണ് മാമ. കഴിഞ്ഞ കൊല്ലം കൊല്ലമല്ല ഇപ്പോഴത്തെ കൊല്ലം. ഇപ്പൊ ബൈപ്പാസ് വന്ന്, രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന്, ഒരു തിയേറ്റർ വന്നു. ചവിട്ടി ഞാൻ അവിടുന്ന. അതല്ല, കഴിഞ്ഞ കൊല്ലം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നറിയോ? എന്തൊക്കെ പ്രശ്നം? ഞാൻ ബാത്റൂമിൽ വഴുതി വീണ്, പുറത്തിറങ്ങി നടന്നപ്പോ തലയിൽ തേങ്ങ വീണ്, ഒരു പാമ്പെന്നെ ഓടിച്ചിട്ട് കടിച്ച്. നിങ്ങൾ ചത്തില്ലേ? കൊല്ലി ഞാൻ. അത് മാത്രല്ല, ഞാൻ ഇല്ലാത്ത നേരത്ത് എന്റെ വീട്ടിൽ കള്ളം കയറി 25,000 രൂപയാ കൊണ്ടുപോയത്. അത്രയൊന്നുമില്ല, 23,500 അത്രേ ഉള്ളൂ. അപ്പൊ കള്ളനെയും പിടികിട്ടി. മനസ്സിലായില്ലേ? ഇതാണ് ഇവന്മാരെ ഒന്നും ഈ പറമ്പത്ത് കേറ്റാൻ ഞാൻ സമ്മതിക്കൂല. ഇതിനൊരു പരിഹാരമായിട്ട് ഈ വർഷം വിഷുവിന് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കൊന്നമരം കണി കാണണമെന്നാണ് ജോത്സ്യര് പറഞ്ഞിട്ടുള്ളത്. ജോസിനെ പാട്ട് നിർത്തിയിട്ട് ഇപ്പൊ ഈ പരിപാടി തുടങ്ങി. ജോത്സ്യനല്ലടാ, ജോത്സ്യര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തൊടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, രണ്ട് കൊണ്ടെങ്കിൽ പറിച്ചു തന്നാ മതി. ഒരറ്റടി വെച്ചാൽ ഞാൻ ഇതൊന്നും തൊടാൻ ഞാൻ സമ്മതിക്കൂല. ഇതിപ്പോ എങ്ങനെ ഇത് മുഴുവനായിട്ട് എങ്ങനെ കാണണം? എനിക്കിത് ഇങ്ങനെ കണി കാണണം, ഇങ്ങനെ കണി കാണണം. എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ണെന്ന് കാണിയാണ്. അതെനിക്ക് ഇഷ്ടം പോലെ കണി കാണും. ഞാൻ ചിലപ്പോ ഇങ്ങനെ കണി കാണും, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണി കാണും, അതല്ല ഞാനിത് ഇങ്ങനെ കണി കാണും. അത് എന്റെ ഇഷ്ടമാടാ, എന്റെ ഇഷ്ടം. അപ്പ നിങ്ങൾ പഴയ കണ്ടംപററി ഡാൻസിലുള്ള ആളാണ്. ഒരൊറ്റ കുത്തൂത്ത് ഞാൻ പറഞ്ഞില്ലേ? അല്ല, തലകുത്തിന്റെ കണിയാണോണ്ട് ചോദിച്ചാ. അങ്ങനെ ആരും കണിക്കൊന്നൊക്കെ നോക്കണ്ടേ, കണിക്കൊന്ന വേണത്രേ. ഇത് നടക്കൂല, ഇത് നടക്കൂല. നിങ്ങൾ എന്തുവാ ചേട്ടാ ഈ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ശരിയാണ് മാമ, ഇങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് ആണല്ലോ, നേരെ ഇവിടെ. എടാ, ആ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ അച്ഛന്റെ കാര്യം ഇങ്ങനെ വിട്ടാ പറ്റൂല. അച്ഛൻ്റെ കാര്യം എങ്ങനെ വെക്കാം? അച്ഛന്റെ മോനാണെങ്കിൽ എനിക്ക് വാശിയുണ്ട്. എന്നാ പിന്നെ എനിക്ക് വാശിയില്ലേ? ഇന്ന് രാത്രി ഇതിന്ന് ഒരു കൊണ്ടെങ്കിലും പറിച്ചോണ്ടേ ഞാൻ വീട്ടിൽ പോകുള്ളൂ. അത് ഞാനും ഇന്ന് രാത്രി ഇതിന്ന് ഒരു കൊണ്ടെങ്കിലും പറിച്ചോണ്ടേ വീട്ടിൽ പോകും. അച്ഛൻ രാത്രി 12 മണിയാകുമ്പം ഉറങ്ങും. നീ കൂടെ കാണൂലേ? അയ്യേ, നിങ്ങൾ അച്ഛനോട് കൂടെ പോയി കിടക്കണം. എനിക്ക് ആ പരിപാടി നടക്കൂല. അതല്ല ട്ടാ. നമ്മളെ കൂടെ നീ കാണൂലേ? ചേച്ചി, ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങണം 12 മണിക്ക്. ചേച്ചിയുടെ വീട്ടിൽ കിടന്നുറങ്ങും. പിന്നെ നമ്മൾ അങ്ങനെ ഒരുമിച്ചാണ് പോയി അവിടെ. എടാ, അതല്ല പറഞ്ഞത്. നമ്മൾ 3 പേരും കൂടെ രാത്രി ഇവിടെ വരുന്നു, എന്നിട്ട് ഇതിൽ കേറുന്നു. ഈ 3 പേരും കൂടെ ഇത് അള്ളിപ്പിടിച്ച് കയറി ഇത് പുഴുത് വീഴുവന്ന്. എടാ, ഒന്നുമില്ല. നമ്മൾ 3 പേരും രാത്രി വരുന്നു, എന്നിട്ട് നീ ഇതിന്റെ മണ്ടയിൽ കയറി കണക്കൊന്ന് പറിച്ച് തരുന്നു. അതങ്ങ് പറഞ്ഞാ പോരെ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ സെറ്റ്. എന്നാ നമുക്കിപ്പോ പോവാം. രാത്രി 12 മണി. രാത്രി 12 മണി. ശരിക്കും അതുവഴിയാണോ പോണ? അതുവഴി ഉറുമ്പും കൂടാണ്. ജഗട് കളിക്കാൻ അറിയാവോ? ഇല്ല.
കേട്ട് പോടാ എന്റെ മക്കളായതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അവർ ഈ കൊന്നമരം വെട്ടിയെടുക്കാൻ പലതും ചെയ്യും. ഞാൻ ഇല്ലാത്ത നേരത്ത് രാത്രി ചിലപ്പോൾ അവർ വെട്ടിക്കൊണ്ടു പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളർത്തുന്ന 4 നായകളുണ്ട്, നല്ല മിടുക്കന്മാരാ. അതിനെ അങ്ങ് തുറന്നു വിട്ടാ ഈ പ്രശ്നത്തിന് പരിഹാരമായി. എവിടെ അവന്മാര്? ടോണി, എനിക്ക് മുട്ടിലടിഞ്ഞ് ജഗടിച്ചത് കളിക്കാൻ വയ്യ. ഹായ്, എടുത്തുണ്ട് അവിടെ കാണും. അവിടെ കാണാൻ വേണേ ഞാനിവിടെ വരാം. ഇവിടെ നോക്കോ. ആരും ഉണ്ടാ അവിടെ ഉണ്ട് പട്ടി. ഒരു പെണ്ണുമ്പിള്ള ജഗള് ജഗടുന്ന കളിപ്പിച്ചല്ല. അയ്യോ, ചത്താ പട്ടി. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഈശ്വര, ഈ വർഷത്തെ കണി അതിമനോഹരമാക്കി തരണേ. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുതേ ഭഗവാനേ. ഈ വർഷത്തെ കണി പോയി. ഈ അന്തും കുന്തും ഇല്ലാത്തവന്റെ ചന്തിയുള്ള ദൈവമേ, ഈ വർഷത്തെ കണി മഹാഭാവി. ഇത്രയും ദിവസം കണി കണ്ടിട്ട് അതൊക്കെ പോയി. എങ്ങനെയുണ്ട് അച്ഛാ കണി? അതെ, അച്ഛൻ ഇങ്ങനെ തന്നെ വേണം. ഒരു കണി വെക്കാൻ ഇവിടെ നിന്ന് ഒരു കണിക്കൊന്ന് തരാത്തതിന് ദൈവം തന്ന പണിയാണ്. വെറും പണിയല്ല, ഇതാണ് 8ന്റെ കെണി.